പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം കന്യാകുമാരി പോയാലോ എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആകെ പാക്കിങ് സ്റ്റേയിങ് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര തലവേദനയായിരിക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന, അതും കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാനൊരു സ്ഥലം ചൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വർക്കല ബീച്ചിലേക്ക് പോകാം എന്നാണ് തീരുമാനിച്ചത് കേട്ടോ. അടുത്താണെങ്കിൽ ഇതുവരെയും ഞങ്ങൾ വർക്കല ബീച്ചിൽ പോയിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട പുത്തൻതോപ്പ് ചർച്ച്, പെരുമാതിരിയുള്ള പുത്തൻതോപ്പ് ചർച്ചിൻ്റെ ഫ്രണ്ടിലെ സ്നോമാനാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ നിർത്താനായിട്ട് അവിടെ ഒന്ന് പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഈ ഒഴിഞ്ഞ സ്ഥലത്തിൻ്റെ ഒത്തു നടുവിലായിട്ട് ഈ ചർച്ച് വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അതിന് മുകളിലുള്ള ക്രൈസ്റ്റിൻ്റെ ആ സ്റ്റാച്ചു വേറെ ചർച്ചിലൊക്കെ നമ്മൾ കാണുന്നതിൽ നിന്നും വെച്ച് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. പിന്നെ ആ സ്റ്റാച്യൂവിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു, ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ കുറച്ച് ടൈം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയപ്പോഴും ഒരുപാട് പേര് ഇതുപോലെ വണ്ടി നിർത്തിയിട്ട് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം യാത്ര ചെയ്ത് പോവുകയാണെങ്കിലും നമ്മളുടെ കണ്ണിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് ഈ ചർച്ച് ഉള്ളത്. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സൈഡ് ഫുൾ കടലാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണം ഹൈക്ക് അത്യാവശ്യം നല്ല ഉറക്കം വന്നിട്ട് അവൾ ആദ്യമേ തന്നെ പിള്ളേരെയൊക്കെ കൊണ്ട് ബാക്ക് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ കിടന്ന് നല്ല സുഖം ഉറക്കമാണ്. അങ്ങനെ ഈ വ്യൂ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും സ്ഥലമൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, ആ ഗ്രൗണ്ടിലെ മണലും എല്ലാം കാണുമ്പോൾ അറിയാം അതിൻ്റെ സൈഡിലൊരു ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഫിഷിങ്ങിനൊക്കെ പോകുന്നവരുടെ വീടാണ്. കാരണം മിക്ക വീടിൻ്റെയും ഫ്രണ്ടിൽ വല നന്നാക്കാനൊക്കെ കുറേ പേർ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ അമ്മച്ചിമാരിങ്ങനെ മീനൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഇട്ടിട്ട് അത് സെയിലിനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്കായതുകൊണ്ട് എല്ലാ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ വർക്കല ബീച്ച് എത്താറായി കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വളവ് കംപ്ലീറ്റ് ആയുർവേദ യുനാനി മസാജ് സെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ കുറേ ഷോപ്പ്, ഹോം സ്റ്റേ, ഇതെല്ലാം ഇങ്ങനെ വരിയായിട്ട് ഒരുപാട് ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. ഇനി പാർക്ക് ചെയ്യാനായിട്ട് സ്പേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഹൈ പെട്ടെന്ന് ബീച്ച് എത്തി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിണക്കൊന്നും ഇല്ലാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നല്ലൊരു സുഖം ഉറക്കം കഴിഞ്ഞ് ഹൈ എഴുന്നേറ്റ് വന്ന് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ പാരാഗ്ലൈഡിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ദുരന്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. മുമ്പൊരിക്കൽ ഇവിടെ ഇതുപോലെ പാരാഗ്ലൈഡിങ് നടക്കുന്നതിനിടയിലാണ് ആരോ മരിച്ചതെന്നൊക്കെ. നമ്മളിത് കണ്ടിട്ട് അതൊന്നും പറയാൻ പാടില്ല, സന്തോഷത്തോടെ നിൽക്കുകയാണ് വേണ്ടതെങ്കിലും എന്തോ ഞാനും ഏട്ടനും അവിടെ ചെന്നിട്ട് ഈ ദുരന്ത കഥയും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. കൂടാതെ ഏതോ പോസ്റ്റിലിടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് ഏത് പോസ്റ്റാണെന്നും കൂടെ തപ്പിയാണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് 2 റൂട്ടാണ് ഉള്ളത് കേട്ടോ. ഈ സ്റ്റെപ്പും ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വേറെ സ്റ്റെപ്സ് വഴി അങ്ങോട്ട് പോകുമ്പോഴും ഇറങ്ങാൻ പറ്റും. പിള്ളേരെ കരയിപ്പിക്കാതെ ഈ കടകളിൽ ഷോപ്പിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൂട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം, പിള്ളേരുടെ നിലവിളിയും ഒഴിവാക്കാം. ഞങ്ങൾ പക്ഷേ വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കാരണം സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ ചൂസ് ചെയ്തത്. സ്ട്രെയിറ്റ് റൂട്ട് വഴി നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കഫേസൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ തന്നെ കുറേ ഹോം സ്റ്റേസ് ഉണ്ട്, പിന്നെ ടാറ്റൂ സെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ ടൂറിസ്റ്റേഴ്സിന് പർച്ചേസിങ് സ്പോട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഭയങ്കര കൊള്ളയായിട്ടുള്ള റേറ്റൊന്നും അല്ല, അത്യാവശ്യം മാന്യമായിട്ടുള്ള റേറ്റാണ്. എൻ്റെ കണ്ണുടക്കിയതെല്ലാം ഈ ഡ്രീം ക്യാച്ചറിലാണ് കേട്ടോ. അത് 150 റുപ്പീസൊക്കെയാണ്. വാങ്ങിയില്ല, എന്നാലും എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കിടക്കുന്ന വലിയ ഡ്രീം ക്യാച്ചറിന് 800 റുപ്പീസും പിന്നെ അതിനപ്പുറത്ത് കിടക്കുന്നത് 1050 അങ്ങനെ എന്തോ ആണ് റേറ്റ് പറഞ്ഞത്. ഞാൻ അവിടെ ആകെ റേറ്റ് ചോദിച്ചത് ഈ ഡ്രീം ക്യാച്ചറാണ്. പക്ഷേ ഭയങ്കര കൊള്ളയല്ലാത്ത റേറ്റായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കിടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അത്രത്തോളം ടൈം നിന്നില്ല. പെട്ടെന്നാണ് എൻ്റെ കണ്ണിൽ ഒരു സാധനം മുടക്കിയത്. അടിപൊളി സാധനം, ഉരുളി മറ്റേതാ കുത്തേ നമ്മളെ ഇഞ്ചിയോ ശരിക്കും ഇവർ അറിഞ്ഞിട്ട് നമുക്ക് അയച്ചു തന്നിരിക്കുകയാണ്. നീ വലിയ ഷെഫായില്ലപ്പോ അത് ഇങ്ങനെ വെച്ച് കുത്തുമ്പോ സൗണ്ട് നമുക്ക് അതിയായി ഫീൽ ചെയ്യാണ്ടിരിക്കാനാണ്. എന്തായാലും വളരെ നന്ദി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫിറോസ്ക വഴി വൈറലായി ഈ ഒരു സാധനം നേരിട്ട് കാണുന്നത്. മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കാം, മേ ബി ഈ ഒരു റീൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അതുകൂടാതെ ഒരുപാട് ടാറ്റൂ സെൻറ്റേഴ്സ്, പിന്നെ കഫേസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഹോം സ്റ്റേ അങ്ങനെയൊക്കെ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഷോപ്പിലും വളരെ യുണീക്ക് പീസസ് ആയിട്ടുള്ള ബാഗൊക്കെയാണ് കേട്ടോ കണ്ടത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് ഏത് കണ്ടു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന രീതിക്കുള്ള ഐറ്റംസ് ആയിരുന്നു. എല്ലാ കടയിൽ നിന്നും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ കയറി അങ്ങനെ റേറ്റ് ചോദിക്കാനൊന്നും നിന്നില്ല. പിന്നെ
ഈ നടക്കുന്ന സ്പേസൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം, അത്യാവശ്യം നല്ല ക്ലീനാണ്. എപ്പോഴും അവിടെ ആൾക്കാർ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ച് വരുമ്പോഴും എല്ലാം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നൈറ്റ് അവിടെ എല്ലാം ഒരുപാട് ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമായിരിക്കും എന്നാണ് പറഞ്ഞത്. അത്രയും ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത് ഒരു രണ്ടാമതോ മൂന്നാമതോ കണ്ട സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ നടന്നു പോയാൽ ഒരുപാട് ദൂരം അങ്ങനെ സ്ട്രെയിറ്റ് നടക്കാനുണ്ട്. അതിനേക്കാൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബീച്ചിലെത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റെപ്പ് തമ്മിൽ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉള്ളത് കാരണം അവിടെയും ഹൈ എടുത്തുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ നല്ല ഈസി ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും കയറാൻ വളരെയധികം ബുദ്ധിമുട്ടി കേട്ടോ ആ സ്റ്റെപ്പ് വഴി. പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഏരിയയിലും വാഷ്റൂം ഫെസിലിറ്റി ഒന്നുമില്ല. ഫസ്റ്റേ പോയി പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഫസ്റ്റേ വാഷ്റൂമിലൊക്കെ കയറ്റിയതിന് ശേഷം വേണം ബീച്ചിലിറങ്ങാൻ. എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് ബീച്ചിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ എത്തി ബീച്ചിലൊന്ന് കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ ഹൈക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തിരക്കിയപ്പോൾ ഈ ഒരു സ്പേസിലൊന്നും വാഷ്റൂം ഇല്ല. ആ സ്റ്റെപ്പ് മുഴുവൻ കയറി അവിടെ ഏതെങ്കിലും കഫേയിൽ കയറിയാൽ മാത്രമേ വാഷ്റൂം ഫെസിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കുരിശുമല മുഴുവൻ കയറി. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് ടൈമൊന്നും അവിടെ നിന്ന് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ആ സ്റ്റെപ്പ് ഫുള്ള് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി കയറേണ്ട ഒരു ആംബിയറൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും കിട്ടിയ കുറച്ച് സമയം ഹയയും അവളുടെ പപ്പയും ബീച്ചിൽ ഇറങ്ങി. എനിക്ക് ഇറങ്ങാനായിട്ട് വലിയ മൂഡില്ലായിരുന്നു. എനിക്ക് അന്ന് അവരുടെ വീഡിയോ കുറേ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല ഷോർട്സൊക്കെ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തു. ഹയ തിരിച്ചിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയും സൂപ്പറാണ്, അമ്മയും കൂടെ ഇറങ്ങൂ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ ഇറങ്ങിയില്ല. സാധാരണഗതിയിൽ ഞങ്ങൾ പോകുമ്പം കുറേ സമയം മണലിലൊക്കെ ഇരുന്ന് കളിച്ചതിന് ശേഷം പിന്നെ ബീച്ചിലിറങ്ങി കുറേ കളിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടേ വരാറുള്ളൂ. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എന്തോ ബീച്ചിലിറങ്ങാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ പോയത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറേ ഇങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്തായിരുന്നു. ഹൈയും അവളുടെ പപ്പയും കൂടെ ബീച്ചിൽ എൻജോയ് ചെയ്യുന്ന കുറേ നല്ല നല്ല വീഡിയോസ് എടുത്തു. അപ്പോൾ അതുവഴി കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയൊക്കെ കൊണ്ട് അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ സമയം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സമയമൊക്കെ എത്തിയപ്പോഴാണ് ഹൈക്ക് വാഷ്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡിൽ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്നു വന്നപ്പോൾ അത് മേളിലൂടെ പോകുമ്പോൾ ഈ ഹെലികോപ്റ്ററൊക്കെ പോകുന്ന ആ ഒരു സൗണ്ടായിരുന്നു. പിന്നെ എന്തായാലും തിരിച്ച് കയറുന്നതിന് മുന്നേ ഒരു സെൽഫിയെങ്കിലും എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഫാമിലി സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കഫേയിൽ ഞങ്ങൾ വാഷ്റൂം കയറിയ കഫേയിൽ അങ്ങനെ ഹൈക്ക് ഐസ്ക്രീം വേണമെന്നുണ്ടൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. എനിക്ക് പിന്നെ ഈ തണുപ്പൊന്നും പറ്റാത്തത് കാരണം ഞാൻ ഓൾവേസ് സൂപ്പിൻ്റെ ആളാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഒരു സൂപ്പൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചിരുന്ന് പതുക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ആ സമയത്തും ബീച്ചിൽ പാരാഗ്ലൈഡിങ്ങോ പാരാസെയിലിങ്ങോ അങ്ങനെ എന്തോ സംഭവം നടക്കുകയാണ്. എനിക്ക് കറക്റ്റ് ഇതറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. അപ്പോൾ സ്ട്രീറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ കോബ്ലറൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഷൂ നന്നാക്കാനായിട്ടൊരു ഫോറിനറൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മിക്കയിടത്തും ഞങ്ങൾ പോകുമ്പോൾ നോക്കാറുള്ള മാഗ്നറ്റ്സ് നോക്കി, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ നോക്കി. അപ്പോൾ അവിടെ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. ചില റേറ്റൊക്കെ നമുക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നും, ചിലതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. പിന്നെ ഇത് നൈറ്റിലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷാണ് കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ കഫേയിൽ ഇവിടെ വന്ന് ചൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അവർക്ക് ഗ്രില്ല് ചെയ്തൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ഫിഷ് ഇങ്ങനെ ഐസിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് കോവളത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അതേ വ്യൂ ആണ്. പിന്നെ അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര കൊള്ളയായിട്ടുള്ള സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവച്ചിട്ട് വിൽക്കാനായിട്ടിരിക്കുമല്ലോ, അതിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ടോയ് വെച്ചിട്ട് അതിന് ഒരു 350 റുപ്പീസാണ് അവർ പറഞ്ഞത്. പക്ഷേ അതൊരു 150 അതിൻ്റെ MRP തന്നെ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ട് അവർ ഭയങ്കര വഴക്കായിരുന്നു. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നത് കാരണം തന്നെ അവർ നന്നായിട്ട് വില കൂട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 150 MRPക്ക് അവർ 350 പറയുമ്പോൾ ഒരു റേറ്റ് ഡിഫറൻസ് തന്നെ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു പെട്ടെന്നുണ്ടായ ഒരു യാത്രാവിശേഷം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.